സർവകലാശാല ബില്ലുകളിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള ബില്ലുകൾ തടഞ്ഞുവെച്ചു. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ല് ഉൾപ്പെടെ 3 ബില്ലുകളാണ് തടഞ്ഞുവെച്ചത്. ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, വിവരങ്ങൾ. രജനി, ഏറെ വിവാദമായ സർവകലാശാല ബില്ലുകൾക്ക് അനുമതിയില്ല എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായിട്ട് പങ്കുവെക്കാൻ കഴിയുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇതുമായി സംബന്ധിച്ച ഔദ്യോഗികമായ വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും 4 ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരുന്നത്. അതിൽ ലോകായുധ ബില്ല് ഇന്നലെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് 3 ബില്ലുകൾക്ക് അനുമതിയില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള ഭേദഗതി ബില്ലുകൾ. ഒന്നാമത്തെ ബില്ല് സർവകലാശാല നിയമ ഭേദഗതി 2002 സെർച്ച് കമ്മിറ്റി ഘടന മാറ്റുന്നതിനെ പറ്റിയിട്ടുള്ള ബില്ല്. രണ്ടാമത്തേത് സർവകലാശാല നിയമ ഭേദഗതി ബില്ല്, സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ. ഈ 3 ബില്ലുകളാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ രാജ്ഭവനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അംഗങ്ങളുടെ എണ്ണത്തിലും VC സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ സെർച്ച് കമ്മിറ്റിയിലും വൈസ് ചാൻസലറുടെ അധികാരപരിധി അല്ലെങ്കിൽ മേൽക്കോയ്മ പരിമിതപ്പെടുത്തുന്നതായിരുന്നു ബില്ല്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് 2022 കേരള നിയമസഭ ഈ ബില്ല് പാസ്സാക്കുന്നത്. ഇതിൽ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കൊണ്ടുവന്നിരുന്നു. തുടർന്നാണ് ഈ ബില്ല് ഗവർണർ ഒപ്പിടാതിരിക്കുകയും ബില്ല് തടഞ്ഞു വയ്ക്കുകയും ചെയ്തു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നതോടെ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയായി എത്തിക്കിട്ടിയിരിക്കുന്നത്. സർവകലാശാലകളിൽ VC നിയമനവുമായി ബന്ധപ്പെട്ടും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും വൈസ് ചാൻസലറുടെ എക്സ് ഒഫീഷ്യോ ആയ ചാൻസലറുടെ അധികാര പരിധി പരിമിതപ്പെടുത്തുന്നതിനുള്ള നിലപാടുകളിലേക്ക് സംസ്ഥാന സർക്കാരിന് കടക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഇതിൽ മേൽക്കൈ എടുക്കാൻ കഴിയില്ല എന്നൊരു മറുപടി കൂടി തന്നെയാണ് ഈ ബില്ലിലൂടെ, അല്ലെങ്കിൽ ഈ ബില്ല് അംഗീകരിക്കാതിരിക്കുന്നതിലൂടെ, ഈ ബില്ല് ഒപ്പിടാതിരിക്കുന്നതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള VC നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികൾ, കണ്ണൂർ VC നിയമനവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള വലിയൊരു വിഷയങ്ങളിലേക്ക് പോവുകയും ആ വിഷയങ്ങൾ പിന്നീട് വലിയൊരു പോർമുഖം തുറക്കുകയൊക്കെ ചെയ്യുന്നു. സർവകലാശാല ബില്ലുകളിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള ബില്ലുകൾ തടഞ്ഞുവെച്ചിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്.